സുഹൃത്തുക്കളെ ഇത് നോക്കിയ വലിയ വലിയ വരാലുകളാണ് ട്ടോ നമ്മളെ കുളവാഴകൾ ഇങ്ങനെ മാറ്റുമ്പോൾ കാണുന്നത്. തട്ടിയിട്ട് നീങ്ങണില്ല എത്ര അതാ ചാടി അങ്ങനെ എന്താ വണ്ണോ നോക്കട്ടെ ഏതാ കണ്ണ സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ തിരുനാവായക്കടുത്ത് എടക്കുളം എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു പാടത്താണ്. അപ്പോൾ ഈ ഒരു പാടത്ത് ഇവിടെ ഒരു കുളം ഉണ്ട്. കംപ്ലീറ്റ് കുളവാഴ ചണ്ടിയൊക്കെ അടഞ്ഞു കിടക്കുക. ചെറിയൊരു കുളമാട്ട, ലേശം വെള്ളമുള്ളൂ. പക്ഷേ ഈ ഒരു കുളവാഴകൾക്കടിയിലുള്ള മീനെ കണ്ട ശരിക്കും നിങ്ങൾ ഞെട്ടു. അത്രയും മീനുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ലേശം വെള്ളം ഉണ്ട്. അപ്പോൾ ഉള്ള വെള്ളം വറ്റിക്കാതെ ആ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് പമ്പ് സെറ്റ് വെച്ചത് നേരെ ഇതിന് പുറത്തോട്ട് തന്നെ ആ ഒരു ലേശം വെള്ളം അടിച്ച് വാർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുളം എടുത്തിട്ടുള്ളത് നമ്മളെ അബുവൊക്കെ ഉണ്ടോ, നമ്മളെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം കഴിഞ്ഞ സീസണിൽ അബോക്കാൻ്റെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ആദ്യത്തെ കുളമാണ് അബോക്കാൻ്റെ. ഇനി ഇവിടുന്നാണ്ട് തുടങ്ങുകയാണ് കേട്ടോ. ഈ ഒരു കുളത്തോട് കൂടി അബോക്കാൻ്റെ ഈ പ്രാവശ്യത്തെ സീസണിലുള്ള മീൻപിടുത്തം കാഴ്ചകളൊക്കെ വരും ദിവസങ്ങളിൽ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ അബോക്കൊക്കെ മീനൊക്കെ പിടിച്ചു കൊടുക്കുന്നത് നമ്മൾ അക്ബർ സലാമക്കൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ മീൻ പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കുളത്തിലുള്ള മീൻപിടുത്തം എങ്ങനെയായിരിക്കും, അതുപോലെ നമ്മൾ അബോക്കാക്കും ടീമിന് എത്രത്തോളം മീൻ ഈ ഒരു കുളത്തിൽ നിന്ന് കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാട്ടോ. അപ്പൊ അതേ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മളെ സുഹൃത്തുക്കൾ അതേ ഓരോരുത്തരായിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്ന് കിട്ടുന്ന മീനുകളൊക്കെ അതേ കൊടുന്നാക്കാൻ ഇവിടെ 2 ഡ്രമ്മുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഡ്രമ്മും ചെറിയ ഡ്രമ്മും ആയിട്ട്. അപ്പൊ ഈ ഒരു വലിയ ഡ്രമ്മിലാണ് വരാലുകളൊക്കെ കൊടുന്നാക്കുന്നത്. അതുകൂടാതെ ഈ കാണുന്ന ചെറിയ ഡ്രമ്മിൽ നമ്മളെ സിലോപ്പി, പൊരിക്ക്, കടു അങ്ങനെയുള്ള മീനുകളൊക്കെ ഇതിലാണ് കേട്ടോ ആക്കുന്നത്. അപ്പൊ അതെ നമ്മളെ സുഹൃത്തുക്കൾ ഒരു ഭാഗത്ത് നിന്ന് മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കംപ്ലീറ്റ് കുളവാഴ ചണ്ടിയായി അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ മീൻ പിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കൾ ആദ്യം തന്നെ ചണ്ടിയും കാര്യങ്ങളൊന്നും മാറ്റിയിടാതെ കംപ്ലീറ്റ് വെള്ളാണ്ട് വറ്റിച്ചിട്ട് അതിന് ശേഷം ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ ഇങ്ങനെ ചണ്ടി ഇങ്ങനെ മാറ്റിയിടുകയാണ്. അപ്പോൾ അങ്ങനെ മാറ്റിയിടുമ്പോൾ മീനുകൾ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കും. കാരണം നമ്മൾ എല്ലായിടത്തും ചവിട്ടി ഇളക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ മീനുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താവും. അപ്പോൾ പിന്നീട് പിടിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും ഉള്ള മീനുകൾ നമുക്ക് പിടിച്ചെടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ അത്തരത്തിലാണ് ഇവരൊരു മീൻ പിടുത്തം. അപ്പോൾ ചണ്ടി മാറ്റുമ്പോൾ കാണുന്ന മീനുകളൊക്കെ കൈവലയിലോട്ട് ഇങ്ങനെ നേരെ കോരി എടുക്കുകയാണ്. ഇനി കൈവലയിലോട്ട് കയറാതെ താന്ന മീനുകളൊക്കെ തപ്പിയിട്ടൊക്കെ ആയിട്ടാണ് മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കട്ടെ നമ്മളെ സുഹൃത്തുക്കൾക്ക് എത്രത്തോളം മീനും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. എന്താ ഇപ്പത്തെ പൊരിക്കിൻ്റെ ഒക്കെ സൈസ് അതെ ഇറങ്ങടാ, തൊട്ടാ മതി. അതൊക്കെ പൊരിക്കുകളാട്ടതൊക്കെ പെറുക്കിയെടുക്കുക. കടുവിൻ്റെ കുട്ടികളാട്ടതൊക്കെ എന്താ ആരാ അതൊക്കെ ഏതാ കുത്തിട്ടിയാ ഇഷ്ടം പോലെ കടുവിൻ്റെ കുട്ടികളാട്ടാ. കടുവിൻ്റെ കുട്ടികളൊക്കെ കുത്തുന്നുണ്ട്. അത് അടുത്ത് ഏതാ സാധനം ഒതുക്കി അതാ ചാടി വാ ഒതുക്കിട്ടോ ഒതുക്കി അടിപൊളി സാധനം. അത് കിട്ടാത്ത ഒതുക്കിയില്ല അലയിലാക്കി പൊരിക്ക് അതൊക്കെ തൂക്കി എറിഞ്ഞ അതാ അടുത്ത് അടുത്ത് അവിടെ പെറുക്കി എടുക്കട്ടാ. അതിങ്ങനെ അതാ കണ്ണിറങ്ങി വരട്ടാ ചണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒതുക്കി പൊരിക്ക്. എവിടുന്നൊക്കെ കണ്ണൻ പോകുന്നതിന് ചേറാൻ്റെ കുട്ടി തെളിയിലോട്ട് വെള്ളത്തിലോട്ടേക്ക് കൊല്ലി പിടിച്ചാ ചേറാൻ കുട്ടി. അതിൻ്റെ തള്ള ഉണ്ടാവുമല്ലോ അപ്പോൾ ഇല്ല. വെറുതെ മറ്റെത്തിക്കണ് അതാ സാധനം
ഒതുക്കത്തുദ്ര അത് ഈ കിട്ടാത്ത സാധനമല്ലേ. ഇരട്ട സാധനം സാധനം. ഇവിടെ പൊരിക്ക് എന്താ ചേറാൻ കുട്ടി ചേറാനടുത്ത് വലയിലാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് മുകളിലോട്ട്. ഇത് അവിടെ കൊണ്ടുപോയി വിട്ടാ ആകാശിൻ്റെ പൈസ അയ്യോ അനാവസൊക്കെ 1 2 3 ഉള്ള അനാവസ് കേട്ടാ. നമ്മളെ വിത്തിനുള്ളതാ വിത്തിനുള്ളത്. അതാരാ കിട്ടിയാ എന്നിട്ട് എന്തേ വന്നാക്ക് പറ. തെറ്റതാ തോന്നണ. അയ്യോ കണ്ണൻ കടുവിനെ കൂട്ടിയിട്ടാ പിടിച്ചത്. കടുവൻ ഓ കുത്തണ്ടാ കയറി ആ കണ്ണനെ പിടിച്ചൊരു കടു അതിൻ്റെ ഇടയിൽ പെട്ട്. ആ ചെറുതാണ് കടച്ചിൽ കൂടുതൽ. ഇപ്പൊ ഒന്നും കാട്ടൂലെന്നല്ലേ. മൊയ്തീങ്കൂട്ടെടുത്ത് കൊണ്ടാനായിരിക്കും. ഓ ഒരു മുതലാട്ടെ. അങ്ങനെ അതൊരു സാധനം കേട്ടാ. നോക്കട്ടെ ഏതാ കണ്ണ 3 കിലോ ഉണ്ടാവും. അയ്യോ തെറ്റാ. തട്ടിയ കൈ പൊളിയല്ലേ. കരയുന്നോ? ആട്ടി കൊണ്ടേതായാലും പൊരിക്ക കടു കയ്യിലങ്ങനെ ഒതുങ്ങണ്ടല്ലേ. പൊരിക്കാട്ടെ കണ്ണനല്ല. ആ കൊണ്ടാനയക്കണെന്ന്. ഓ ഓ ഓ ഓ ആ പോണടെ കരക്കൊക്കെ ആ കേട്ടാ. അടുത്ത് ഇത് അനാബസ് ഒരിക്കട്ട ഒരു സംഖ്യ കിട്ടിയല്ലേ. കൊത്തുവരടാ ഞാമില്ലേ. ഓ ഓ മറ്റേതിൻ്റെ ബാക്കി അതിൻ്റെ ഭാഗ്യവാൻ. നോക്കണ്ട ചേട്ടാ ചെക്ക ഒതുക്കി തട്ടിയിട്ട് നീങ്ങണില്ല അത്ര. ചെടിയല്ല എന്താ കണ്ണ സൈസ് സാധനം. അങ്ങനെ എന്താ വണ്ണോ. ഉരുകോളി വെള്ളം ചേർക്കടാ. കയ്യിൻ്റെ ഒരു സൈഡല്ല കുത്തുക.
കവറിന്റെ വിട്ടു ഞാൻ കവറാച്ചിട്ട് മാറ്റിയതാ ഒതുക്കി എന്താ സാധനം പെരുങ്കണ്ണ സൈസ് സാധനട്ടാ അടിപൊളി സാധനം ആ അതെന്നടാ കണ്ണേ ഏയ് കുഞ്ഞെടുത്ത് പിടിക്കാത് ഏട്ടാ ഒരിടത്തരം ശരിയാ ഇനി ഓട്ടല്ല കോയി ബാത്തിനായി അതവർക്ക് ഇവിടെ ഉണ്ടാ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടാ നമുക്ക് അതിനെ പിടിച്ച് ഒഴിവാക്കി ഇതിൻ്റെ അടിയിലുണ്ട് ഓ ചടി പോക്കണ്ട കണ്ണ ചെക്കൻ്റെ അടുത്തെത്തി ചേട്ടാ അണ്ണൻ പരിക്ക് കണ്ണ മീന അപ്പൊ ഈ ഒരു കുളത്തിലുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതായത് കാണികളൊക്കെ ഇരിക്കുന്ന കണ്ടില്ല, മീൻപിടുത്തം കാണാൻ വന്നവരാണ്. അതുപോലെ നമ്മൾ വെള്ളം അടിച്ച വിട്ട കണ്ടത്തിലൊക്കെ കംപ്ലീറ്റ് കൊക്കുകൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്ക് ചാകരയായിരിക്കും ഇതുപോലെ മീൻ പിടിക്കുന്ന സമയത്ത്. അപ്പൊ ഇനി നമുക്ക് കിട്ടിയുള്ള മീനുകളൊക്കെ കാണാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മളെ സുഹൃത്തുക്കൾ ഇതിലുള്ള പമ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിന് തൊട്ടപ്പുറത്ത് നമ്മൾ അബുവാക്കാന്റെ രണ്ടാമത്തെ കുളം ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ ആദ്യം പിടിച്ച കുളമാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പൊ അവിടുന്ന് ഇത് എത്ര വ്യത്യാസത്തിലാണ് ഈ ഒരു രണ്ടാമത്തെ കുളം വരുന്നത്. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു ചെറിയ കിണറായിരുന്നു. അത് ഇടിഞ്ഞ് തൂർന്ന് ഇപ്പൊ ഇതൊരു ചെറിയ തടം പോലെയാണ് കേട്ടോ. അപ്പൊ കംപ്ലീറ്റ് ചണ്ടി അടഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഏകദേശം ഒരാളെ കാൽമുട്ടിന് താഴെ മാത്രം വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒരു ദിവസം തന്നെയാണ് മീൻപിടുത്തം. പക്ഷെ നമ്മളെ ഈ ഒരു വീഡിയോ വലുതായതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ കുളത്തിൽ നിന്നുള്ള മീൻപിടുത്ത കാഴ്ചകളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മളെ ഈ ഒരു രണ്ടാമത്തെ കുളത്തിലുള്ള മീൻപിടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോ പിടിച്ച കുളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ നമുക്കൊന്ന് കാണാട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള മീനുകൾ. ഈ ഒരു ഡ്രമ്മിൽ കാണാം. കിട്ടിയിട്ടുള്ള വരാലുകൾ കംപ്ലീറ്റ് ഇതിലാണ് കേട്ടോ. വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് മീനുകൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുപോലെ വരാല് കഴിഞ്ഞാൽ പിന്നെ ചെറുവക മീനുകളൊക്കെ ഈ ഒരു ഡ്രമ്മിലാണ്. നമ്മളെ പൊരിക്ക്, കടു, നമ്മളെ സിലോപ്പി അങ്ങനെയുള്ള മീനും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഈ ഒരു ഡ്രമ്മിലാണ്. അപ്പൊ എല്ലാം കൂടി ചേർത്ത് ഏകദേശം നമുക്ക് ഈ ഒരു ചെറിയ കുളത്തിൽ നിന്ന് ഏകദേശം 1 കിൻഡലോളം മീൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് വരാലൊക്കെ കംപ്ലീറ്റ് കൊട്ടിയിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മളത് രണ്ടാമത്തെ ഒരു കുളം പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ താർപ്പായ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ അതിൽ വെള്ളം നിറച്ച് അതിലോട്ട് മീൻ നേരിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പൊ അത് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ രണ്ടാമത്തെ കുളം കൂടി പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് ആ ഒന്നാമത്തെ രണ്ടാമത്തെ കുളത്തിൽ നിന്ന് കിട്ടിയുള്ള കംപ്ലീറ്റ് മീന് വെള്ളമൊക്കെ ഒഴിവാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.